അതെ, ചേട്ടൻ പുറത്തു വന്നു, അറിഞ്ഞോ? ഒന്ന് ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ തകിട് കുഴച്ചോണ്ടിരിക്കണോ? നീ ഒരു ഭ്രാന്തി, നിന്നോട് വന്ന പറഞ്ഞ എന്നെ പറഞ്ഞാ മതി. ഈ വീട്ടിൽ നടന്നത് വല്ലതും അവൻ അറിഞ്ഞോ? എന്താ നീ ഒന്നും പറഞ്ഞില്ലേ? ഇപ്പൊ ഒന്നും പറഞ്ഞാൽ തലേ കയറില്ല. 2 ദിവസം അങ്ങനെ തന്നെ ഉണ്ടാവും. നീ ഒന്ന് പോയി നോക്ക്, അപ്പൊ അറിയാം. എന്തിനു നോട്ടവാ ഇത്? ആരാടാ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നേ? എടാ പരമു, നമ്മുടെ ഡഗ്ലസ്. എടാ നീ എങ്ങനെ ഇവരുടെ കൂടെ കൂടി? അതിന് ഞാൻ എവിടെ പോയാലും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ. നീ ഇവരുടെ കൂടെ എന്താ ചെയ്യുന്നത്? ഇവിടെ പാട്ട് പാടുന്നവൻ ഇവിടുത്തെ ആട്ടക്കാരിനെ കൊണ്ട് നാട് വിട്ടു. അതുകൊണ്ട് ഞാൻ ഈ കൂട്ടത്തിൽ അങ്ങ് ചേർന്നു. ആഹാ, നിനക്ക് പാട്ടൊക്കെ പാടാൻ അറിയോ? അതൊക്കെ പാടി ശീലിക്കുമല്ലേ ചേട്ടാ? ശീലിക്കും. എടേ, അതെന്താടി തലയില് സൂര്യകാന്തി പൂവോ? കവിളിലെന്താടി മിനുക്ക് തന്നെ. എടീ രാധാകൃഷ്ണ, ഈ ഗ്രൂപ്പിൽ എല്ലാരോടും പറഞ്ഞേക്കെ ഇന്ന് ഇവിടെ ഒരു കളി നടക്കുമെന്ന്. അയ്യോ, നിങ്ങൾ ചുമ്മാ രാത്രി മുഴുവനും പ്രസിഡന്റ് ഞങ്ങളെ ഡാൻസ് കളിപ്പിച്ച് അടുത്ത് വന്ന് നിന്നിട്ടേ മൈക്കപ്പിടി എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡിൽ നിന്ന് മൈക്കെടുത്ത് തന്നെ. നീ ഇനി നിങ്ങളും അങ്ങനെ തുടങ്ങുവാണോ? ഇവരെല്ലാം മൊത്തത്തിൽ ടയേർഡായിരിക്കുവാടോ. പിന്നെ നിന്റെ സങ്കടം കണ്ട ഉടനെ അങ്ങ് പറഞ്ഞു വിടും. ഇന്ന് കുമ്മി അടിക്കാതെ ഇവിടുന്ന് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിറ്റപ്പാ, വാചകടി നിർത്ത്. ആ സുന്ദരികളോട് കളിക്കാം. അവൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇനി നിങ്ങൾ കളിച്ചില്ലെങ്കിൽ കളി ചിലപ്പോ മാറിയെന്ന് വരും. ഊത്തുകാറാ, ചുമ്മാ വായി നോക്കിക്കൊണ്ടിരിക്കാതെ വായി വെച്ച് ഊതിക്കൊണ്ടിരിക്കുന്നേ. നിങ്ങൾ ഊതണോ ഞാൻ ഊതണോ? ചേച്ചിനെ പിടിച്ചോടി, എന്റേതല്ലേ മുടിഞ്ഞു കാണുവാണല്ലോ. അയ്യോ, എന്റെ ചെരുപ്പ് താണേ. ചത്തി കുത്തിയാണല്ലോ വീണത്. മതിയോടെ മോനെ, സന്തോഷമായില്ലേ? വളരെ സന്തോഷമായി. സൂപ്പർ കളിയാ. അല്ല, ഇതെന്തിനാ വഴി കിടക്കുന്നത്? എഴുന്നേറ്റ് വാ, വീട്ടിൽ പോവാം. അത് സംസാരിച്ചോണ്ടിരുന്നപ്പോ വെയിൽ അറിഞ്ഞില്ല. അവിടെ നിക്കവിടെ. പട്ടാ പകലി കുടിച്ച് കണ്ടവരുടെ കൂടെ ഡാൻസും കളിച്ച് നടക്കുന്നില്ലേ? നാണമല്ലേ നിങ്ങൾക്ക്? അത് വേറൊന്നുമല്ല, ഒരു നേരം പോക്കിന്. 1 മാസമായിട്ട് അകത്ത് കിടക്കായിരുന്നല്ലോ. ഒന്ന് കൈയും കാലൊക്കെ ഒന്ന് അനക്കി ഒരു വ്യായാമത്തിന്. ചിറ്റപ്പൻ തന്നെയാണോ നിങ്ങള്? തെരുവ് തെണ്ടിയെ പോലെയല്ലേ നിങ്ങൾ കാണിക്കുന്നത്? കൂടെ നടന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? വല്ല ജോലിക്കെങ്കിലും അയച്ചിട്ടുണ്ടോ? അതോ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കാനെങ്കിലും പഠിപ്പിച്ചോ? നിങ്ങൾ എന്ത് ചെയ്തവന്? എന്റെ ഭാഗത്ത് എന്താ തെറ്റ്? അവന് വേണ്ടതൊക്കെ ഞാൻ ചെയ്യുന്നില്ലേ? നിങ്ങൾ എന്ത് കുന്തും ചെയ്തെന്നാ? നിങ്ങൾക്കും കുടുംബവും കുട്ടികളൊക്കെ ഉണ്ടായാലല്ലേ അതിനെ കുറിച്ച് അറിയൂ. നിങ്ങളൊരു തെമ്മാടിയെ പോലെ നടന്നു. അങ്ങനെ ജീവിതാവസാനം വരെ കൂടെ തന്നെ കൊണ്ട് നടക്കാന്ന് വിചാരിച്ചോ? എന്താടി നീ പറഞ്ഞ? നീ ആരാ ഇതൊക്കെ ചോദിക്കാൻ? പരമോ, ഒന്നും മിണ്ടായിരിക്കും. അവള് ദേഷ്യത്തിൽ വല്ലതും പറഞ്ഞൊന്ന് വെച്ച് ചുമ്മാതിരിക്കപ്പാ. നമ്മുടെ കാര്യമൊക്കെ ഈ മൂദേവി മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാനാണോ നിന്റെ പുറകെ വരുന്നേ? നീ എന്തിനാ എന്റെ പുറകെ വന്ന് ശല്യം ചെയ്യുന്നേ? അടിച്ച് നിന്റെ കാരണം പൊട്ടിക്കും. അടിക്കടാ, അടിക്കേ. നിന്റെ ആഗ്രഹം തീരുന്നവരെ എന്നെ അടിച്ചു കൊല്ല്. അതിനു വേണ്ടിയാണല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. നിന്നെ സ്നേഹിച്ച പാവത്തിന് ഞാനിത് അനുഭവിക്കണം. നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അയാളും എന്നെ അടിക്കുന്നു. നിന്റെ പുറകെ വന്ന് നീ എന്നെ അടിക്കണം. ഞാൻ ഇനി എന്താ ചെയ്യാ? പറ. ചത്തുപോയിക്കോട്ടെ.
ഇനി നിന്നെ ഓർത്ത് ഞാൻ ജീവിക്കില്ല. സത്യമായിട്ട് ഞാൻ ചാകും. പോയി ചാകടി, സമാധാനം കിട്ടുമല്ലോ. പിന്നെ എന്തിനാണ് അന്ന് എന്നെ രക്ഷിച്ച? ചത്തു പോവില്ലായിരുന്നു ഞാൻ. ചെറുപ്പത്തിൽ പലതും നടന്നു പറഞ്ഞ് നിന്നെ എപ്പോഴും ഞാൻ സഹിക്കണമെന്നാണോ? നിനക്ക് വേണ്ട കളഞ്ഞിട്ട് പോടി. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നോട്? ഞാൻ നിനക്കൊരു ശല്യാണോടാ? നേരം വെളുത്ത് നിന്നെ കാണണം, നിന്റെ കൂടെ ജീവിക്കണം എന്നല്ലടാ ഉള്ളൂ എനിക്ക്. അതിനാണോ എന്നെ ഇങ്ങനെ ചെയ്യുന്നത്? പിന്നെ നീ കാണിക്കുന്നല്ല ഞാൻ സഹിക്കണോ? എവിടെ പോയാലും പുറകെ നടന്നൊരു ഒടുക്കത്തെ സ്നേഹം. നിനക്ക് മാത്രം എന്നോട് സ്നേഹമുള്ളോ? ഒരു പ്രേമക്കാരി. പോടാ. ഞാൻ നിന്റെ കൂടെ ഇല്ലെങ്കിൽ നീ ഒരു അനാഥനാകും, അതോർത്തോ നീ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാടാ. എനിക്ക് നിന്നെ വേണോടാ. അതെന്താ നിനക്ക് മനസ്സിലാവാത്ത? എനിക്ക് നിന്നെ വേണോടാ. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലടാ. എനിക്ക് നിന്നെ മാത്രം മതി. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത എന്നെ ക്ഷമിക്കടാ. അത് വിടിച്ചിട്ടപ്പാ, അവളൊരു വട്ട് കേസാ. അവളെന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് ഓർത്തോണ്ടിരിക്കുകയാണോ? എഴുന്നേറ്റ് വാ, നമുക്കൊരെണ്ണം വീശിയിട്ട് വരാം. വാ ചിറ്റപ്പാ വാ. വരുന്നോ ഇല്ലയോ? നീ അവളെ അടിക്കാൻ പാടില്ലായിരുന്നു. എന്താ? അവളെ ഇവൻ അടിച്ചു അല്ലേ? നിന്റെ കയ്യൊക്കെ അവളടുത്താ കാണിക്കുന്നേ. എന്താ അവൾക്ക് വേണ്ടി ഒത്താശ പിടിക്കുകയാണോ രണ്ടുപേരും? നീ താഴ്ന്ന ജാതിയാന്നും പറഞ്ഞ് മാഷ് നിന്നെ അടിച്ചപ്പോഴാ ഇനി പഠിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചോണ്ട് വന്നത്. ഈ കഴുത എന്താ ചെയ്തതെന്ന് നിനക്കറിയോ? നീ വീട്ടിനകത്തുണ്ടെങ്കിൽ മാനം പോകുമെന്നും പറഞ്ഞ് ഞങ്ങളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അറിയോ? എനിക്ക് നീ ചേട്ടന്റെ മോനാ. അവൾക്ക് അച്ഛനും അമ്മയും കാശും പണവും ഒക്കെ ഉണ്ടല്ലോ. അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ടല്ലേ നിന്റെ പുറകെ നടക്കുന്നത്. അവന്റെ തലയിൽ എവിടെ കയറാനാ? നീ ആരെയും വകവയ്ക്കാതെ അങ്ങനെ തന്നെ നടന്നു. എന്നെ പറഞ്ഞ ഒന്നും കാര്യമാക്കണ്ട. അവൾക്ക് നിന്നെ ജീവനാടാ. എടാ എന്താടാ നീ എന്താടാ എന്നോട് മിണ്ടാത്ത? നീ നിന്റെ അച്ഛനോടും അമ്മയോടും പറയാൻ നാട്ടിൽ പോയില്ലേ? നിന്നെ ഒരാഴ്ച ഞാൻ അന്വേഷിച്ചത് നിനക്കറിയാവോ? അതുകൊണ്ടല്ലേ ഞാൻ വന്നത്. മിണ്ടടാ. എടി മുത്തുമണി, നിനക്കൊരു കാര്യം അറിയാവോ? ഇന്നലെ നമ്മുടെ തെക്കേതിലെ കുളത്തിലുണ്ടല്ലോ ഒരു കൈ ഇങ്ങനെ പൊങ്ങി വരുന്ന ഞാൻ കണ്ടു. കഴുത, നീ വെറുതെ കള്ളം പറയുവല്ലേ? സത്യമായിട്ട് ഞാൻ കണ്ടു. നീ വന്ന് നോക്ക്. ഞാൻ പറയുന്ന പോലെ നീ പറയണം, മനസ്സിലായോ? നിന്റെ ഇഷ്ടത്തിന് നീ പറയണ്ട. ആ പറയ്. ആട്ടം പാട്ടം കൊണ്ടാട്ടം, കാട്ടിലുണ്ട് മയിലാട്ടം, ചാടി കുതിച്ചാൽ മയിലാട്ടം, തുള്ളിയോടിയ മാഞ്ചാട്ടം, പതുങ്ങി പോയാൽ മുയലാട്ടം, കേട്ട് രസിക്കാം കുരങ്ങാട്ടം, മണ്ണിൽ വീണാൽ നരിയാട്ടം, നമ്മൾ ചാടിയാൽ വിളയാട്ടം. ഇതന്നെ അങ്ങ് ചൊല്ലിയാ മതി. എനിക്കൊന്നും മനസ്സിലാവുന്നേ ഇല്ല. പാടറാ. പാടി മുത്തുമണി പാട്. ഇവിടെ എങ്ങനെ കിടക്കാനാ? പരമു, ഇടയ്ക്കൊക്കെ വരാറുള്ള സ്ഥലമാണല്ലോ. ഒരു പായും തലകണയും ഇവിടെ സ്ഥിരമായിട്ട് വെക്കാൻ പാടില്ലായിരുന്നോ? ഓ നിന്റെ കാര്യം. വെറും തറയിൽ എങ്ങനെയാ കിടക്കുന്നത്? എന്തു പറയാനാ, നിനക്ക് തറയിൽ കിടക്കണ്ടല്ലോ. ഈ ഭണ്ടാരം അഴിക്കാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ പരമു, നീ എവിടേക്കാ പോന്നേ? വാ, എനിക്ക് കാശ് പോലും വേണ്ടെന്നേ.